പോളിംഗ് ശതമാനം കുറവാണെങ്കിലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആവേശത്തിന് ഒരു കുറവുമില്ല. സംസ്ഥാനത്തെ 35 സീറ്റുകളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് 13 മണ്ഡലങ്ങളിലെ വിധിയെഴുത്താണ്. വോട്ടെടുപ്പിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളുടെ മഹാവികാസ് അഘാടി സഖ്യത്തിന് പ്രതീക്ഷ കൂടുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മാമു വോട്ട് ബാങ്ക് ഇത്തവണ തങ്ങൾക്കൊപ്പമാണെന്ന് പറയും. അധികം കേട്ടിട്ടില്ലാത്ത ഈ മാമു വോട്ട് ബാങ്ക് എന്താണെന്ന് മാതൃഭൂമി ദിനപത്രത്തിന്റെ മുംബൈ ബ്യൂറോ ചീഫ് എൻ ശ്രീജിത്ത് വിശദീകരിക്കും. ഇതുവരെ മുസ്ലിങ്ങൾ ശിവസേനയ്ക്കെതിരായിരുന്നു. പക്ഷേ മഹാവികാസ് അഘാടി സഖ്യം രൂപപ്പെട്ടതോടുകൂടി മുസ്ലിങ്ങൾ, ദളിതർ, ഈ മറാഠകൾ എല്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിട്ട് ഉദ്ധവ് താക്കറെ വളർന്നു വന്നിട്ടുണ്ട്. അതിൽ മറാഠകളും മുസ്ലിങ്ങളും തമ്മിലുള്ള പുതിയൊരു ഫോർമുല രൂപപ്പെടുകയാണ്. അതിനെയാണ് മാമു ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് ഈ മഹാവികാസ് അഘാടി സഖ്യത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് ഇവരിപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. മഹാരാഷ്ട്ര ജനസംഖ്യയിലെ 11.56% മുസ്ലിങ്ങളാണ്. മുംബൈക്ക് പുറമെ കൊങ്കൺ, മറാത്ത്വാഡ, വിദർഭ മേഖലകളിലെ ചില പോക്കറ്റുകളിൽ നിർണായക സ്വാധീനമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. 22% മറാഠ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം. മറാത്ത്വാഡയിലെയും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെയും 11 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമാണ് മറാഠകൾക്കുള്ളത്. മുസ്ലിങ്ങളും മറാഠകളും ഒന്നിച്ചാൽ ചുരുങ്ങിയത് 25 മണ്ഡലങ്ങളിലെങ്കിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ശരിക്കും അതൊരു 10-25 മണ്ഡലങ്ങളിൽ വർക്കൗട്ട് ചെയ്യും. എന്തായാലും സീരിയസ് ആയിട്ട് വർക്കൗട്ട് ആവും. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യില്ല എന്നായിരുന്നു ആദ്യം വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ ദളിതർക്കും മറാഠകൾക്കുമൊപ്പം മുസ്ലിങ്ങളുടെയും വോട്ട് സമാഹരിക്കാനായെന്നാണ് മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ വിശ്വാസം. മോദി തരംഗമുണ്ടായാലും അതിനെ അതിജീവിക്കുവാൻ മഹാരാഷ്ട്രയിൽ മാമു ഫോർമുലയ്ക്ക് കഴിയുമെന്നാണ് മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ പ്രതീക്ഷ. മറാഠകളും മുസ്ലിങ്ങളും ഒരേ മുന്നണിക്ക് കീഴിൽ സമീപകാലത്തൊന്നും അണിനിരന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത്തവണ ചരിത്രം തിരുത്തുമെന്നാണ് മഹാവികാസ് അഘാടി പ്രതീക്ഷിക്കുന്നത്. മുംബൈയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.